ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ട്രിവാൻഡ്രത്തിൽ നിന്ന് മൂന്നാറിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരു പ്ലാനായിരുന്നു. അതായത് തലേന്നാണ് ഡിസൈഡ് ചെയ്തത് ഇന്നൊന്ന് മൂന്നാറിൽ പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പെട്ടെന്ന് പോകുമായിരുന്നു. KSRTCയിലാണ് കേട്ടോ മൂന്നാർ ചെന്നത്. തിരിച്ചും KSRTCയിലായിരുന്നു. നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഒരു 7,000 ആയിരുന്നു. നമുക്ക് സ്പെൻഡായ എമൗണ്ടും ഒരു 8,000-നുള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള ഓരോ കാര്യങ്ങൾ കാണാം. അപ്പോൾ KSRTCയുടെ മിന്നൽ എന്നുള്ള ബസ്സുണ്ട്. അപ്പോൾ നമ്മളതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം ലാഭമാണല്ലോ. നമുക്ക് ടിക്കറ്റ് പ്രൈസ് വന്നത് 2 പേർക്ക് കൂടെ ഒരു 980 ആ ഒരു റേഞ്ചിലാണ്. 1000 റുപ്പീസിനുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു KSRTCയുടെ ടെർമിനലിൽ തന്നെ ഈ വിവോയുടെ ആണെന്ന് തോന്നുന്നു അവരുടെ പരസ്യമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വെയിറ്റിംഗ് റൂം വരുന്നുണ്ട്, AC ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു. നമുക്കത് കുറച്ചുകൂടെ കംഫർട്ടാണ്. അതായത് സൗണ്ടൊന്നും അധികം അതിനകത്ത് വരില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങളൊന്ന് അവിടെ സ്പെൻഡ് ചെയ്ത് നോക്കി. കൊള്ളായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് മിന്നൽ ബസ്. അപ്പോൾ ഞങ്ങളിരിക്കുന്നതാണ് നമുക്ക് മൂന്നാറിലേക്ക് പോകാനുള്ള മിന്നൽ ബസ് കേട്ടോ. അപ്പോൾ രാത്രി 11:15 ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കംഫർട്ടിനായിട്ട് നെക്ക് പില്ലോക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോട്ട് വാട്ടർ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയാണ് പോയത്. അപ്പോൾ രാത്രി 11:15 ബസ്സായതുകൊണ്ട് നമ്മൾ എന്തായാലും ഉറങ്ങുമല്ലോ. അപ്പോൾ ഉറങ്ങി എണീറ്റ് അവിടെ ചെന്ന് മൂന്നാറിലെത്തണമെന്നായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ. അതാകുമ്പോൾ രാവിലെ തന്നെ നമുക്ക് എക്സ്പ്ലോറിങ് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ബസ് കറക്റ്റ് 11:15 കഴിഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ആദ്യം സ്പീഡ് കുറച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പോയത് കഴക്കൂട്ടം നമ്മളുടെ ആറ്റിങ്ങൽ ആ ഒരു റൂട്ടായിരുന്നു. അപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് റോഡെല്ലാം പൊട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ നല്ല കുലുക്കമായിരുന്നു ബസ്സിന്. അപ്പോൾ മുമ്പ് നമ്മൾ മിന്നലിനൊക്കെ ബസ്സിന് പോയപ്പോൾ ഇരുന്ന് ഉറങ്ങാൻ കംഫർട്ടായിരുന്നു ബസ്, അധികം കുലുക്കമില്ല. പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം ഉറക്കമൊന്നും നടന്നില്ല. രാവിലെ ഒരു 5:30 മൂന്നാറിൽ യഥാർത്ഥത്തിൽ ബസ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ ബസ് ചെല്ലാനായിട്ട് 1.5 മണിക്കൂറോളം താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 7:15 കഴിഞ്ഞ്, രാവിലെ 7:15 കഴിഞ്ഞിട്ടായിരുന്നു ബസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു എറണാകുളമൊക്കെ എത്തിയ സമയത്തായിരുന്നു ഇത്തിരി ഉറങ്ങിയത്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, മൂന്നാറിൽ ചെന്നുള്ളൂ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഉറങ്ങി എണീറ്റു. രാവിലെ ഈ ഹൈ റേഞ്ച് കയറിയ സമയത്ത് തന്നെ ഈ സൂര്യൻ നല്ല രീതിയിൽ ഈ KSRTCയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ലൈറ്റ്സ് അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ലൈറ്റ് കണ്ണിൽ വീണപ്പോഴേ ഉള്ള ഉറക്കമെല്ലാം പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാറിൽ തന്നെ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയുള്ള ഒരു റൂമാണ് ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ചെക്ക് ഇൻ ടൈം 12 മണിക്കായിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് ഈ ലഗേജെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ തന്നെ ഒരുപാട് ഫ്രഷപ്പ് റൂംസ് ഉണ്ട്. നമുക്കൊരു 500 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഫ്രഷപ്പ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു കുഞ്ഞു റൂമാണ്. നമുക്കങ്ങനെ ഉറങ്ങാനൊന്നും അധികം കംഫർട്ടല്ല, എന്നാലും രാവിലെ നമുക്കൊന്ന് ഫ്രഷൊക്കെ ആവാൻ, പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടൊക്കെ ഇറങ്ങാൻ ഓക്കെയാണ്. കുഞ്ഞൊരു റൂമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 7:30 ഈ ഒരു റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവർ 11:30 വരെയാണ് നമുക്ക് സമയം തന്നത്. അപ്പോൾ ടൗണിൽ തന്നെയുള്ള റൂമായിരുന്നു. നമ്മൾ ആ സമയത്ത് തന്നെ തുണിയൊക്കെ മാറ്റി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് നമ്മളുടെ ടൗണിൽ തന്നെയുള്ള ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ, അതായത് 7:30 തന്നെ രാവിലെ ഒരു ബൈക്ക് റെൻ്റലിന് എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ മൂന്നാറിൽ ബൈക്ക് റെൻ്റലിന് കിട്ടുന്നത് 9 മണി തൊട്ടാണ് അവരുടെ ഓഫീസൊക്കെ ഓപ്പൺ ആക്കുന്നത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ പരിചയത്തിലുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നുകൊണ്ട് ആ ചേട്ടൻ നമുക്ക് രാവിലെ ബൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷായി അതേ ടൗണിൽ തന്നെയുള്ള തൊട്ടടുത്തൊരു 1 കിലോമീറ്ററിനപ്പുറമുള്ള ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ അവിടെയാണ് ചെന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ ചെന്ന ഒരു ടീ പ്ലാന്റേഷനിൽ നിന്ന് ഫോട്ടോ എടുക്കണമല്ലോ. അത് കഴിഞ്ഞ് അവിടെ നല്ല ഒരുപാട് ഫോട്ടോ എടുത്തു. നേരെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് എരവിക്കുളം നാഷണൽ പാർക്കിലേക്കായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഒരു ½ നമുക്ക് ടൈം ഉണ്ടായിരുന്നു കേട്ടോ എത്താനായിട്ട്. അവിടെ നമ്മൾ കറക്റ്റ് ഒരു ഉച്ചയ്ക്കാണ് എത്തിയത്. ഉച്ചയ്ക്കെന്ന് വെച്ചാൽ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. അപ്പോൾ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം കൗണ്ടർ വഴി. അപ്പോൾ അവിടെ നെറ്റ്വർക്കൊന്നും ഇല്ല, അവിടുത്തെ വൈഫൈ ഉണ്ട് കേട്ടോ, ഫ്രീ വൈഫൈ ഉണ്ട്. അത് യൂസ് ചെയ്താണ് നമ്മൾ
ടിക്കറ്റ് എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു 200 റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് പ്രൈസ്. 200 കുറഞ്ഞിട്ടില്ല എന്തായാലും. ഓക്കെ, എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ ഇതുപോലെ ഒരു വണ്ടിയിൽ കയറ്റും. വണ്ടി കയറ്റും മുന്നേ ഉള്ള ക്യൂ ആണ് നിങ്ങൾ ആദ്യം കാണിച്ചത്. ഇങ്ങനെ നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ഇതുപോലൊരു വണ്ടിയിൽ അവർ കൊണ്ടുപോകും. ഒരു വണ്ടി എന്ന് വെച്ചാൽ ഒരു ബസ്സാണ് കേട്ടോ. ഈ ബസ്സിൽ ഒരു 10-50 പേരായിരിക്കും കയറുന്നത്. ഒരു 40-50 റേഞ്ചിലായിരിക്കും ഒരു ബസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മലയുടെ താഴെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഈ മലയുടെ താഴെ നിന്ന് നമ്മൾ ഈ ബസ് മാർഗം ഈ കാണുന്ന മലയുണ്ടല്ലോ, അതിൻ്റെ മണ്ടയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത് നല്ല രസമാണ്. ഒരു 15 മിനിറ്റോളം നമുക്ക് ബസ്സിൽ ഒരു വേദന ഇരിക്കണം. ഫുള്ള് ടീ പ്ലാന്റേഷൻസ് ആണ് ഈ പോകുന്ന വഴി കാണാനുള്ളത്. പിന്നെ ഇങ്ങനെ കുലുങ്ങിയിരുന്ന് പോവാം, അവിടെയുള്ളൂ, അത്രയേ ഉള്ളൂ. അവിടെ ചെന്ന് നമ്മൾ മണ്ടയിൽ ചെല്ലുമ്പോൾ നേരിട്ട് നമ്മൾ പാർക്കിൽ ചെന്ന് ഇറങ്ങും. പാർക്കിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നീലഗിരി താറിനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാം ഇരിക്കും കേട്ടോ. താറ് നീലഗിരി താറ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊക്കെ വരും. ഇത് വന്ന് ഫോട്ടോയൊക്കെ എടുക്കാനും തൊടാനും ഒക്കെ അവസരമുണ്ട്. നമ്മൾ ചുമ്മാ ഇരുന്നാൽ നമ്മൾ അടുത്തൂടെയൊക്കെ ഈ സംഭവം പോകും. കണ്ടോ, റോഡ് സൈഡിലെല്ലാം ഇത് നിൽപ്പുണ്ട്. അപ്പോൾ എവിടെ പാർക്കിൽ വേറെ ഒന്നും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനില്ല. നമുക്ക് ഈ ഒരു നീലഗിരി താറിനെ കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലോ, കണ്ടിട്ടില്ലാത്തതുകൊണ്ടൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ വന്ന് അടുത്ത് ക്യൂവിൽ നിൽക്കാം. ഓക്കെ, അത്രയാണ് അവിടെ ഉള്ളത്. ക്യൂവിൽ വന്നിട്ട് നമുക്ക് അടുത്ത ബസ് നമ്മളെ മണ്ടയിലോട്ട് കൊണ്ടുവരുമല്ലോ ബസ്. അതേ ബസ് തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് പിന്നെയും ആ ഒരു ബസ്സിൽ കയറിയിട്ട് താഴോട്ട് വരാവുന്നതാണ്. നമുക്ക് തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ട് ബസ്സിലിരിക്കാം. നല്ല ഫോട്ടോ ഒക്കെ വീഡിയോസൊക്കെ എടുക്കാം. മീൻസ് ടീ പ്ലാന്റേഷൻസിൻ്റെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ തേയില അവർ നുള്ളി അതെടുക്കുന്ന ടൈമുണ്ടല്ലോ, ആ സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കാണാൻ പറ്റും. അവർ ഇലയൊക്കെ കളക്ട് ചെയ്യുന്നതും ലോറിയിൽ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. പിന്നെ നമുക്ക് ഈ മണ്ടയിൽ ഉദ്ദേശിച്ചത് ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മുകളിലുണ്ടല്ലോ, ഈ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഒരുപാട് മലകൾ ഒറ്റ വ്യൂവിൽ നിന്ന് കാണാം. നമ്മൾ ആ വന്ന വഴി, റോഡ്, അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ ക്യാരറ്റ് ശരിക്കും വിൽക്കാൻ വെച്ചിരിക്കും കേട്ടോ റോഡ് സൈഡിലൊക്കെ. ഈ ഒരു കെട്ടിന് പ്രൈസ് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ നമ്മളിത് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 1 മണിയോടുകൂടി നമ്മളുടെ ആ ഒരു ഹോം സ്റ്റേയിൽ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ചെക്കിനല്ല, ഫ്രഷപ്പ് റൂമിൽ നിന്ന് ബാഗ്സൊക്കെ എടുത്ത് ഇവിടെ വന്നു. ഇത് ഉച്ചയ്ക്കുള്ള വീഡിയോ അല്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ക്ഷീണം കാരണം ഒന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇത് വൈകിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു മൗണ്ടെയിൻ വ്യൂ വരുന്ന ഒരു റൂമായിരുന്നു. ഇതിന് നമുക്ക് പ്രൈസ് വന്നത് 1900 രൂപയാണ് കേട്ടോ, 2 പേർക്ക് ഒരു ദിവസത്തേക്ക്, ഒരു നൈറ്റിലേക്കുള്ള പ്രൈസ്. പക്ഷെ നല്ല റൂമായിരുന്നു, നല്ല വ്യൂ ആണ് ഈ കാണുന്ന പോലെ. നമുക്കൊരു റേഞ്ച് മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ പറ്റും. വീഡിയോയും ഫോട്ടോസൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇത് ഈവനിങ്ങിലെ ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിലുള്ള വീഡിയോ ആയിരുന്നു. ഇത് കുറച്ച് റീലിന് വേണ്ടി എടുത്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ വൈകിട്ട് എവിടെ പോകുമെന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മളുടെ ആ ഒരു മൂന്നാർ ടൗണിൽ തന്നെ ഒരു 1 കിലോമീറ്റർ മാറി ഇതുപോലെ ഒരു ഹൈഡൽ ബ്ലോസം പാർക്ക് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എത്രയാണ് എനിക്ക് തോന്നുന്നു, 2 പേർക്ക് കൂടെ 150 160 അങ്ങനെ എങ്ങാണ്ട് റേഞ്ചിലാണ് ആയത്. എനിക്കതും വലിയ ഓർമ്മയില്ല, ഒരുപാട് കൂടുതലല്ല. എങ്കിലും ഞങ്ങൾ ആ ഒരു പാർക്കിനുള്ളിൽ കയറി. അപ്പോൾ നൈറ്റ് വരാൻ ഇത് സൂപ്പറായിരുന്നു. നമ്മൾ ഈ ഒരു പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രസം തോന്നിയില്ല. നൈറ്റ് ആയതുകൊണ്ട് ഈ ലൈറ്റ്സൊക്കെ കാരണം നല്ല രസമായിരുന്നു. നമുക്ക് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സ്പോട്ടുണ്ട്. അപ്പോൾ ഓൾസോ രാത്രി ആയ ഒരു സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തിയത് ഒരു 7 മണി കഴിഞ്ഞായിരുന്നു. 7 to 9 മണി വരെ നമ്മൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ് നല്ല രീതിയിൽ കയറി കിടപ്പുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അധികം ക്ലിയർ അല്ലാത്തതാണ്. ആക്ച്വലി നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞിൽ ഈ ഒരു പുൽത്തകടിയിൽ കൂടെയൊക്കെ നടക്കാൻ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നും കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് സ്പോട്ടുണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പാർക്കെല്ലാം കണ്ട് തീർത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഞങ്ങൾ ഒരു ആലിബാബ ആൻഡ് 69 49 ഡിഷസോ അങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു. അത് അവിടെയൊക്കെ ഒരു അൽഫാമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത്ര ഫുഡ് അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വൈകിട്ടായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് അധികം ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ എവിടെയുണ്ട് ഹോട്ടൽ, എവിടെയുണ്ട് റെസ്റ്റോറൻറ്റ്, എവിടെയുണ്ടെന്ന് ഗൂഗിൾ മാപ്പിൽ ഒരുപാട് നോക്കി. പക്ഷേ നല്ല ഹോട്ടലൊക്കെ കണ്ടെടുത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പോലും സീറ്റില്ലായിരുന്നു. ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നേനെ.
അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ എബോ നമ്മൾ ആ ഒരു മൂന്നാറിൽ ടൗണിൽ തന്നെ ഒരുപാട് കറങ്ങി ഫുഡ് എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട്. ലാസ്റ്റ് കഫേ ഹോഫി ഡേ എന്നുള്ള അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അവിടെ അൽഫാമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഓർഡർ കൊടുത്തു. പക്ഷേ കുബൂസോ പൊറോട്ടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് അവർ ബ്രെഡും അൽഫാമും കൂടെ ചേർത്ത് തന്നു. വിശപ്പ് കാരണം ഞങ്ങളത് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഒരു വൈൻ എടുത്തു. പിന്നെ ഇതിനോടൊപ്പം തന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചോക്ലേറ്റ്സ് വിൽക്കാൻ വയ്ക്കും, 100 രൂപയുടെ പാക്കറ്റിലൊക്കെ നല്ല നല്ല ടേസ്റ്റി ചോക്ലേറ്റ്സ്. അതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. അതൊരു 100-200 രൂപയ്ക്ക് ചോക്ലേറ്റ്സ് മേടിച്ചു. പിന്നെ വൈനും മേടിച്ചു. നൈറ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ വരുന്ന ആ ഒരു എൻട്രിയിൽ തന്നെ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് അവർ പുൽക്കൂടും ഈ ഡെക്കറേഷൻ ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചുറ്റുപാടും ഒക്കെ. അവിടെ മാത്രമല്ല, അവിടുത്തെ മിക്ക ഹോം സ്റ്റേയ്സിൽ നല്ല രസമുണ്ടായിരുന്നു ക്രിസ്മസ് ടൈം ആയിട്ട്, ലൈറ്റ്സൊക്കെ കാരണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഈ നാഷണൽ പാർക്കിൻ്റെ അവിടെയൊക്കെ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയതാണല്ലോ, അപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ ഒരു 8:30-9 മണിയായി. ടൂറ് പോയതാണെങ്കിലും ഉറക്കമാണ് കൂടുതൽ നടന്നത്. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റു, എവിടെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതി നോക്കിയപ്പോൾ അടുത്ത് തന്നെ ഒരു പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് എൻട്രി ഇല്ലെന്ന്. പുറത്ത് നിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ എന്ന്. പക്ഷേ അകത്ത് കയറിയതിന് നല്ല രസമായിരുന്നു. കാരണം ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ടായേനല്ലോ. പക്ഷെ എന്ത് പറയാനാ, എൻട്രി ഇല്ല. പിന്നെ നമ്മൾ പുറത്ത് കുറച്ച് നേരം നിന്ന് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കണ്ട് അവിടെ നിന്ന് മാറി കഴിഞ്ഞിട്ട് നമ്മൾ കരുതി ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരു ബൈക്ക് റൈഡ് പോവാം, ഏതെങ്കിലും പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ ഒരു ബൈക്ക് റൈഡ് പോകാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 15 കിലോമീറ്റർ ഓളം ബൈക്ക് റൈഡ് പോയി കേട്ടോ. ബൈക്ക് റൈഡ് പോയപ്പോൾ ഒരുപാട് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു. ഒരുപാട് ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ടായിരുന്നു, റോഡായിരുന്നു. എനിക്ക് ആ ഒരു ലൊക്കേഷൻ ഓർമ്മയില്ല എങ്ങോട്ടാണ് പോയതെന്ന്. ഒരു 15 കിലോമീറ്റർ അപ്പുറം വരെ പോയിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിലുള്ള കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് 12:30 തന്നെ മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കാരണം കറക്റ്റ് 1 മണിക്ക് ട്രിവാൻഡ്രത്തേക്കുള്ള ബസ് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബസ് വരുന്നത്. KSRTCയുടെ എയർ ബസ് സൂപ്പർ ഫാസ്റ്റ് പോലെ വരുന്ന ആ ഒരു ബസ്സാണ് കേട്ടോ. യാത്രാസുഖം അത്ര ഇല്ല എങ്കിലും രാവിലെ വേണ്ട നമുക്ക് ഈ യാത്രകളുടെ കാഴ്ചകളൊക്കെ കണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മലനിരകളൊക്കെ കണ്ട് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 2 ദിവസത്തെ അല്ല 1.5 ദിവസമാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തത് അല്ലേ. അപ്പോൾ അത്രയും ദിവസത്തെ കാഴ്ചകൾ ഇത്രയായിരുന്നു. അപ്പോൾ നമ്മളുടെ പ്ലാനിൽ ഒരു 3-4 സ്ഥലം കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ വാട്ടർഫാൾസൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത് കാരണം നമ്മൾ വിചാരിച്ച എത്ര സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഇന്ന സമയത്തൊക്കെ പോവും എന്നുള്ളൊരു പ്ലാനിൽ പോയാൽ കുറച്ചുകൂടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ഒരു 7,000 ആയിരുന്നു. നമുക്കൊരു 7 to 8 സംഭവം കഴിഞ്ഞ് വീട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മൂന്നാറിൽ നമുക്ക് റൂമും അതുപോലെ ബൈക്കിൻ്റെ റെൻറ്റും എല്ലാം കൂടെ ഒരു 5,000 ഒക്കെ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് അഡീഷണലി വന്ന ഒരു 2,500 രൂപയൊക്കെ വന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് മൂന്നാറിൽ നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെയുള്ള ചോക്ലേറ്റ്സുകളൊക്കെ നമ്മൾ മേടിച്ചു. കുറച്ച് അധികം ഫുഡ്, അങ്ങനെയാണ് ആ ഒരു ഫണ്ട് കുറച്ചുകൂടെ കെയർ ചെയ്ത്. അല്ലെങ്കിൽ ഒരു 5,000 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് മൂന്നാർ പോയി അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു റൂമിൽ സ്റ്റേ ഒക്കെ ചെയ്ത് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റ് യാത്രയുടെ വീഡിയോകളൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.